Hello and welcome to the top vocabs from the Hindu newspaper. So without wasting any time, let's go ahead and start with the video. ഇന്നത്തെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എംബാറ്റിൽഡ്. എംബാറ്റിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിലോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലമിലോ പെട്ടു പോവുക അല്ലെങ്കിൽ ഉൾപ്പെട്ടു പോവുക അല്ലെങ്കിൽ അകപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനെയാണ് എംബാറ്റിൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ ഒരു സെന്റൻസ് നോക്കുകയാണെങ്കിൽ The embattled CEO fought against criticism and worked to stabilize the company. അപ്പോൾ ഈ ക്രിറ്റിസിസമിൽ പെട്ടുപോയിരിക്കുന്ന ഒരു സിഇഒ, ഓക്കെ, ക്രിറ്റിസിസംസ് ഉണ്ട്, കുറെ പ്രശ്നങ്ങളുണ്ട്. ആ സിഇഒ എന്താണ് ഫൈറ്റ് ചെയ്തിട്ട് ഈ കമ്പനിയെ തിരിച്ച് പുറത്ത് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ അതിന്റെ സിനോണിംസ് നോക്കുകയാണെങ്കിൽ ബീസിസ്റ്റ്, കോൺട്രവേഴ്ഷ്യൽ, എന്നിട്ട് ആന്റോണിംസ് എന്ന് പറയുന്നത് അൺകണ്ടസ്റ്റഡ് അല്ലെങ്കിൽ അൺട്രബിൾഡ്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് നോൺ ഡെറോഗേബിൾ. നോൺ ഡെറോഗേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ തരം താഴ്ത്താൻ പറ്റാത്ത ഒരു സംഭവമാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? നോൺ ഡെറോഗേബിൾ. ഓക്കെ, നോൺ ഡെറോഗേബിൾ മീൻസ് സംതിങ് വിച്ച് കനോട്ട് ബി ഡിമിനിഷ്ഡ് ഓർ ഡിഗ്രേഡഡ്. അപ്പൊ അതിന്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ആർ ഓഫൻ കൺസിഡർഡ് നോൺ ഡെറോഗേബിൾ, മീനിങ് ദേ കനോട്ട് ബി സസ്പെൻഡഡ് ഓർ ഡിമിനിഷ്ഡ് ഈവൻ ഇൻ ടൈംസ് ഓഫ് എമർജൻസി. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഹ്യൂമൻ റൈറ്റ്സ് തരം താഴ്ത്ത അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ്. എമർജൻസി സിറ്റുവേഷൻ ആയാലും ഹ്യൂമൻ റൈറ്റ്സ് എന്ത് ചെയ്യണം? നിലനിൽക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിവിടെ സിനോണിംസ് പറയുകയാണെങ്കിൽ ഇൻവയലബിൾ, ഇമ്മ്യൂട്ടബിൾ, അതേപോലെ ആന്റോണിംസ് പറയുകയാണെങ്കിൽ ഡെറോഗേബിൾ അല്ലെങ്കിൽ ഡിമിനിഷബിൾ. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ബട്രസ് ചെയ്യുക. ബട്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ആർമിയിലെ സോൾജേഴ്സ് കുറഞ്ഞു പോവുകയാണെങ്കിൽ, വാറിന്റെ സമയത്ത് സോൾജേഴ്സ് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ വീണ്ടും റീഇൻഫോഴ്സ്മെന്റ് കൊണ്ട് സ്ട്രെങ്തൻ ചെയ്യണമെന്നാണ് ബട്രസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യണമെന്ന് നമ്മൾ എന്ത് പറയും? ബട്രസ് ചെയ്യുക എന്ന് പറയും. സോ അതിന്റെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ The data provided will buttress the case for implementing new safety measures. അപ്പോൾ പുതിയ സേഫ്റ്റി മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രോങ് കേസ് ഉണ്ടാക്കും. എന്താണ് ആ തന്നേക്കുന്ന ഡേറ്റ. അപ്പോൾ ആ ഡേറ്റയുടെ കാരണം നമുക്ക് പുതിയ ലോസ് സ്ട്രോങ് ആണ്, ബെറ്റർ ആണെന്ന് കാണിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് വി മീൻ ബൈ ബട്രസിംഗ് ഹിയർ. സോ റീഇൻഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുക. ആന്റോണിം എന്ന് പറയുന്നത് അണ്ടർമൈൻ ചെയ്യുക അല്ലെങ്കിൽ വീക്കൻ ചെയ്യുക. ഫ്രിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു മെയിൻ കാര്യത്തിന്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഒരു സംഭവം, അതിനാണ് ഫ്രിഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഫ്രിഞ്ച് എലിമെന്റ്സ് എന്ന് പറയും. ഫ്രിഞ്ച് എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഈ സൊസൈറ്റിയുടെ മെയിൻ സ്ട്രക്ചറിൽ പെടാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ ചിലപ്പം സോഷ്യലി ബാക്ക്വേർഡ് ആയിരിക്കാം അല്ലെങ്കിൽ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിരിക്കാം, എന്നിട്ട് അവർക്ക് കുറെ ഉപദ്രവമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യും? സൊസൈറ്റിയിൽ അഗേൻസ്റ്റ് ചിലപ്പം അനാവശ്യമായിട്ടുള്ള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്തെന്നിരിക്കാം. അപ്പൊ അവരെയാണ് നമ്മൾ ഫ്രിഞ്ച് എലിമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഫ്രിഞ്ച് മീൻസ് ഔട്ടർ സർഫേസ് അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സംഭവം. ദാറ്റ് ഇസ് വാട്ട് വി മീൻ ബൈ ഫ്രിഞ്ച്, പെരിഫറിയിൽ നിൽക്കുന്നത്. സോ ദ ഐഡിയ ഫെൽ ഇൻ ടു ദ ഫ്രിഞ്ച് ഓഫ് അക്സെപ്റ്റഡ് സയന്റിഫിക് തിയറീസ്. അപ്പൊ ബേസിക്കലി സയന്റിഫിക് തിയറീസിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഐഡിയയുടെ പുറമെയാണ് ഈ ഐഡിയ വീഴുന്നത് അല്ലെങ്കിൽ ഈ ഐഡിയ അവിടെ പെട്ടത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇപ്പം വന്ന ഐഡിയ എന്താണ്? മെയിൻ ഐഡിയയുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ പെരിഫറിയിലാണ് വന്ന് പെട്ടത്. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻസ് ഹിയർ. സിനോണിം മീൻസ് പെരിഫറി, മാർജിൻ. ആന്റോണിം എന്ന് പറയുന്നത് സെന്റർ അല്ലെങ്കിൽ കോർ. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഡെനിഗ്രേറ്റിംഗ്. നമ്മൾ പലപ്പോഴും കാണാറില്ലേ, ചിലവര് മറ്റുള്ളവരുടെ സക്സസ് കണ്ട് എന്താണ് ജലസി ആയിട്ട് വളരെയധികം ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാരോട് പെരുമാറാറുണ്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കാറുണ്ട്. അതിനെയാണ് ഡെനിഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത്. സോ ഡെനിഗ്രേറ്റിംഗ് ഈസ് ക്രിട്ടിസൈസിങ് ഓർ ഡിഫൈനിങ് സംവൺ ഓർ സംതിങ്, സ്പീക്കിംഗ് ഇൽ ഓഫ് സംവൺ, മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യം പറയുക, അതിനെയാണ് ഡെനിഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ. സോ അതിന്റെ യൂസേജ് എന്ന് പറയുന്നത് ഡെനിഗ്രേറ്റിംഗ് റിമാർക്സ് മെയ്ഡ് ബൈ ദ ക്രിട്ടിക് ഓവർഷാഡോഡ് ദ അച്ചീവ്മെന്റ്സ് ഓഫ് ദ ഫിലിം. അപ്പോൾ ആ ഫിലിം നല്ല അച്ചീവ്മെന്റ് ഉണ്ടായിരുന്നു, എന്നാലും ക്രിട്ടിക്സ് എന്ത് ചെയ്ത് അതിനെക്കുറിച്ച് വളരെയധികം മോശമായിട്ടുള്ള എന്ത് ചെയ്ത് ക്രിറ്റിസിസം പറഞ്ഞു. അപ്പൊ അതിന്റെ കാരണം ആ പിക്ചറിന്റെ അച്ചീവ്മെന്റ്സ് ഒന്ന് ഡൗൺഗ്രേഡ് ആയി. അപ്പൊ ഈ സാധനമാണ് കൂടുതൽ എല്ലാവരും ശ്രദ്ധിച്ചത്, ക്രിറ്റിസിസം, അനാവശ്യമായിട്ടുള്ള പറച്ചിലുകൾ. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻ ഹിയർ. ഓക്കെ, ഡെനിഗ്രേറ്റിംഗ് മീൻസ് ഡീഗ്രേഡിംഗ് അല്ലെങ്കിൽ ഡിസ്പറാജിങ്. അതിന്റെ ആന്റോണിം എന്ന് പറയുന്നത് പ്രൈസിങ് ഓർ കമൻഡിങ്. അടുത്ത വേർഡ് ഇയർ മാർക്ക്. ഇയർ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കുറച്ച് പൈസ മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സമയം ഒഴിച്ചു മാറ്റി വെക്കുകയോ. സോ ബേസിക്കലി മാറ്റി വെക്കുന്നത്, വി ആർ ട്രൈങ് ടു കീപ് സംതിങ് അസൈഡ്. നമ്മൾ ഒരാൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസിന് വേണ്ടി പൈസ മാറ്റി വെക്കുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ അതിന്റെ അർത്ഥം എന്താണ്? വി ഹാവ് ഇയർ മാർക്ക് സം ടൈം ഫോർ മൈ ഫ്രണ്ട്, ഓർ ഐ ഹാവ് ഇയർ മാർക്ക് സം ടൈം ഫോർ മൈ ഫ്രണ്ട്, ഐ ഹാവ് ഇയർ മാർക്ക് സം മണി ഫോർ മൈ ഫ്യൂച്ചർ പ്ലാൻസ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് ഒഴിച്ചു വെക്കുക, മാറ്റി വെക്കുക. ഓക്കെ, ടു കീപ് അസൈഡ് ഫോർ ദ ഫ്യൂച്ചർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സോ അതിലൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഷീ ഇയർമാർക്ക് ദ പോർഷൻ ഓഫ് ഹർ ടൈം ഈച്ച് ഡേ ഫോർ പേഴ്സണൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ എല്ലാ ദിവസവും അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പേഴ്സണൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ഇയർമാർക്ക് ഹിയർ. അപ്പോൾ അവിടെ സിനോണിംസ് എന്ന് പറയുന്നത് റിസർവ് ചെയ്ത് വെക്കുക, റിസർവ്ഡ്, ഡെസിഗ്നേറ്റ് ചെയ്ത് വെക്കുക. Antonym എന്ന് പറഞ്ഞാൽ unallocated, undesigned. So that's all about today's video. Please make sure if you like the video, share ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ നോക്കുക. Thank you all of you. Have a great day.